സെയിം ചട്ടി തന്നെയാണിത്. ഇതിങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അത് പോയി. അയ്യോ, അതായത് ചകിരിയാണ് കൂടുതൽ ഉണ്ടാക്കേണ്ടത്. ഓ, ചകിരിയാ കൂടുതൽ ഇതിൽ വരേണ്ടത്. കുറച്ചേ പറ്റും. ഇത് നോക്കിയ നിങ്ങള്. അയ്യോ, അടിപൊളി സംഭവം. ഇതെന്തായിരുന്നു ഗണേശയുടെ സംഭവം? ഇത് ROVER യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തു വെച്ചേക്കണേ. നമസ്കാരം. ഇന്ന് ഞാനുള്ളത് കോഴിക്കോട് ജില്ലയിൽ പയ്യോളിക്കടുത്ത് അയനിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. ഗണേശാന്റെ പണിസ്ഥലത്താണ് ഉള്ളത്. ചകിരി വെച്ചിട്ട് ചട്ടി ചെയ്തെടുക്കുന്നു. ചകിരി കൊണ്ട് മാത്രമല്ല, ചാണകം വെച്ചിട്ടും ചട്ടി ചെയ്തെടുക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ച. എന്തൊക്കെയാണ് ആ പരിപാടി നമുക്ക് കാണാം. ഇവിടെ വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാനുവലി ആണ് ചെയ്യുന്നത്. മെഷീൻ വെച്ചിട്ട് ചെറിയ രീതിയിൽ അതും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാം. നേരെ ഇതിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ചകിരി വെച്ചിട്ട് ചട്ടി ഉണ്ടാക്കുന്ന, അതായത് മൺചട്ടി ഉണ്ടാക്കുന്ന പണിശാലയിലേക്ക് ഇതാ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഗണേശാന്റെ മുന്നിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. ഗണേശേട്ടാ നമസ്കാരമുണ്ട്. ഓക്കെ, ശരിക്കും ഞാനിത് പറഞ്ഞ സമയത്ത് ഒരു ചകിരിയും മണ്ണും വെച്ചിട്ട് ചെയ്യുമ്പോൾ അതിന് എത്രത്തോളം ബലമുണ്ട് എന്നുള്ള വലിയൊരു സംശയമുള്ളൊരു കാര്യമാണ്. അത് ബലം നമുക്ക് ഉണ്ടാക്കി വെച്ച് നോക്കിയിട്ട് അതിന്റെ ബലം നമുക്ക് പറയാം. ശരിക്കും നിങ്ങൾ ഇപ്പൊ ഈ ചെയ്യുന്ന ചകിരി വെച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം എന്താന്ന്? ഇത് രണ്ട് സാധനവും ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന രണ്ട് ഉൽപ്പന്നങ്ങളും വേസ്റ്റായിട്ട് കിടന്നത്. അതായത് സൊസൈറ്റികളിലും പിന്നെ ഈ ചെളിയായിട്ട് കിടക്കുന്ന സാധനം മറ്റു വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രണ്ട് സാധനങ്ങളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, വലിയ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സംഭവം. അതായത് വലിയ സാമ്പത്തിക നഷ്ടം സൊസൈറ്റികൾക്ക് ഉണ്ടാകുന്നത്. ഈ കട്ട് ഫൈബർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിക്കിടക്കാന്ന് ഓരോ സൊസൈറ്റിയിലും. അത് ഞാൻ കണ്ടിട്ടുണ്ട്. മുന്നേ 2 കമ്പനി പോയപ്പോൾ അത്രമാത്രം അവിടെ കെട്ടിക്കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് ഒരു ഉൽപ്പന്നമായി മാറുന്ന സമയത്ത് അത് പിന്നെ സൊസൈറ്റികൾക്ക് ഉണ്ടാകുന്ന ലാഭം, ഇതിന് ഒരു അനേകം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന കാര്യം. ഓക്കെ, അത് മാത്രമല്ല ഇതിനെ കൊണ്ട് വേറെ ദോഷവും ഇല്ല. പ്രകൃതിക്ക് ഇണങ്ങിയത് അവസാനം ഭൂമിയിലേക്ക് ലയിച്ചു പോകുന്ന ഒരു സംഭവമായിട്ട് മാറും. തിരിച്ച് ഭൂമിയിലേക്ക് പോകുന്ന ഒരു സംഭവം. കല്ല് വെട്ടുന്ന പണകൾ ഉണ്ടല്ലോ, കല്ല് വെട്ടുന്ന പണകളിൽ നിന്ന് എടുക്കുന്ന ആ ഒരു ടൈപ്പ് മണ്ണാണ് ഇത് വരുന്നത് കേട്ടോ. അതായത് കല്ല് വെട്ടുന്ന സ്ഥലത്ത് നമുക്കറിയാം ആ ഒരു ബ്ലേഡ് വെച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒത്തിരി പൊടികൾ ഉണ്ടാവും. ആ പൊടി കുന്നായിട്ട് കിടക്കുന്ന ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതുമാത്രമല്ല, ഈ വെള്ളം വലിയ രീതിയിൽ വെള്ളം വന്നിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലും ഇതേപോലെ ഈ ചെറിയ പൊടി മണ്ണുകൾ ഊറി നിൽക്കുന്ന നമ്മൾ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്നാണ് ശരിക്കും ഈ മണ്ണിനെ കളക്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഈ മണ്ണിനെ എടുത്തുകൊണ്ട് വരുന്നത്. ആ മണ്ണ് വെച്ചിട്ട്, അതായത് ഒരു പശപശയായിട്ടുള്ള ഒരു മണ്ണാണ് അല്ലേ ഗണേശേട്ടാ ഇത് വരുന്നത്. ഇത് കണ്ടോ നിങ്ങൾ, ഒരു പശപശയായിട്ട് നല്ലൊരു പശപശപ്പുള്ള ഒരു മണ്ണാണ് ഇത് വരുന്നത്. ഈ മണ്ണ് വെച്ചിട്ടാണ് ഇതിന് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് ഈ ചകിരിയും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചകിരിയും കൂടി അതിൽ ചകിരി ഇടുന്നതിനൊക്കെ ഒരു ഏകദേശം ഒരു കണക്കൊക്കെ ഉണ്ടാവണം അല്ലേ? എങ്ങനെയെങ്കിലും ഇട്ടിട്ട് 60% കൂടുതൽ ഉണ്ടാവും. 60 ഇതിനേക്കാളും 60% കൂടുതൽ ചകിരി ആയിരിക്കണോ? അതായത് ചകിരിയാണ് കൂടുതൽ ഉണ്ടാക്കേണ്ടത്. ഓ, ചകിരിയാ കൂടുതൽ ഇതിൽ വരേണ്ടത്. കുറച്ചേ പറ്റും. ഓ, അങ്ങനെയാണ് പരിപാടി അല്ലേ? ഞാൻ കരുതി മണ്ണ് കൂടുതലും ചകിരി കുറച്ച് കൊടുത്താൽ മതി. നല്ല ബലത്തിന് നമുക്കൊരു ധൈര്യം പറയാൻ പറ്റുള്ളൂ. ചകിരിക്കാന്നല്ലോ ബലം ഉണ്ടാകുക. ഓക്കെ, ആ ഫൈബറിന്റെ ബലത്തിലാണ് ശരിക്കും നിൽക്കേണ്ടത്. നമ്മൾ മണ്ണ് കൊടുക്കുന്നത് അതിനൊരു സപ്പോർട്ടീവായിട്ട് മാത്രമാണ് മണ്ണ് കൊടുക്കുന്നത് അല്ലേ? നമുക്കിതിങ്ങനെ ചെയ്തെടുക്കുമ്പം സാധാരണ രീതിയിൽ നമുക്ക് ഈ ഒരു ചട്ടി എന്ന് പറയുന്നത് നമ്മൾ അത്രയും ബലത്തിൽ നിൽക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ട്. കാരണം പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ചകിരിയാണ് യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ മണ്ണുമാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകമായിട്ട് വേറെ എന്തെങ്കിലും ഒരു ടെക്നോളജി ഉണ്ടോ എന്നുള്ളതൊരു ഡൗട്ട് തന്നെയാണ്, സംശയമാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ടെക്നോളജി ഒക്കെ ഉണ്ട്. കാരണം എന്താ, നമ്മളെ പൂർവികർ ചെയ്തു വന്ന ഒരു ടെക്നോളജിയാണ് അത്. പിന്നെ പഴയ തലമുറയിൽ മുറ്റമെല്ലാം നല്ല ഗ്ലേസിങ്ങുള്ള കോലായും അകത്തുള്ളതെല്ലാം ഉണ്ടായിരുന്ന കാലമുണ്ടായിരുന്നു. ആ ടെക്നോളജിയാണ് ഞാനിവിടെ ഒന്നുകൂടി വികസിപ്പിച്ച് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിന്റെ പവറിന് വേണ്ടിയിട്ട്. അതായത് ഇത് ഉറക്കാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ തന്നെ വെച്ച് വെക്കാം. അപ്പൊ നാളെ ഒന്ന് വെയിലത്ത് വെച്ച് വെക്കാം. മറ്റേ നാളെ വൈകുന്നേരം നമ്മൾക്ക് ഇത് ഇതിനകത്ത് ഇളകിയെടുക്കാൻ പറ്റും. ഇളകിയെടുത്തതിന് ശേഷം പിന്നെ വെള്ളത്തിൽ എങ്ങനെ വെക്കണോ? ഒന്നും ചെയ്യണ്ട, അങ്ങനെ അവിടെ വെച്ച് വെക്കുക. അത്രേ ഉണ്ടോ? വെള്ളത്തിലിട്ട് കൊടുക്കണ്ട. നമ്മള് എന്താ പറയുക, ഈ പണ്ടൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇതിനെ നന്നായിട്ട് ചുട്ടെടുക്കുക. അത് അങ്ങനത്തെ യാതൊരു പരിപാടിയും വേണ്ട, ഒന്നും വേണ്ട. ഇത് അവിടെ വെച്ച് വെക്കാൻ 2-3 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ സൗണ്ട് വ്യത്യാസം വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് മാറ്റം വരുത്താം. അതിനുശേഷം പിന്നെ നമ്മൾ അതിന് പോളിഷ് വേണം പോളിഷ് കൊടുക്കുക, പെയിന്റ് വേണം പെയിന്റ് കൊടുക്കുക, ഒക്കെ ചെയ്യാം. ഓക്കെ, അടിപൊളി. ഇതാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. ഇവിടെ ചെയ്തെടുത്ത് വെച്ചതൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇതൊക്കെ ആ രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഹൈഡ്രോളിക്കും രണ്ടും കൂടിയിട്ടുള്ള ഒരു. ഓ, ഇത് ഹൈഡ്രോളിക് വെച്ച് ചെയ്തെടുത്താണല്ലേ? ഓക്കെ. ഇത് ഇത്രയും വലിയൊരു ചട്ടിയും കയ്യിൽ പിടിക്കുന്ന ഒരു ഫീലില്ല കേട്ടോ. ഇതൊക്കെ ഹൈഡ്രോളിക് ചെയ്തെടുത്തതാ? ആ മെഷീനിൽ ഇപ്പൊ ചെയ്തെടുത്തതാ. ഓക്കെ. അതുപോലെ തന്നെ ഇവിടെ ഇതൊരു വലിയൊരു ചട്ടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതും അതേപോലെ തന്നെ മെഷീനിൽ ചെയ്തെടുത്തതാണ്, ഹൈഡ്രോളിക് മെഷീനിൽ ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് ശരിയായി മുന്നേ ചെയ്ത് വെച്ചാൽ അതിന് മുന്നേ വേറൊരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കിയാൽ നിങ്ങൾ
അയ്യോ അടിപൊളി സംഭവം. ഇതെന്തായിരുന്നു ഗണേശയുടെ സംഭവം? ഇത് പുഴയുടെ കരയിലെ കല്ലിന്റെ മുകളിലെല്ലാം കാണുന്നത്, പുഴയുടെ സൈഡിലൊക്കെ നമ്മൾ കാണുന്നത്. ആ ഒരു ഷെല്ല് വെച്ചിട്ട് ഇത് നോക്കിയേ, ചട്ടിയാക്കി എടുത്തിട്ട് നോക്കിയേ നിങ്ങള്. ഇതിപ്പോ ഇതിന് മുറിച്ച പോക്കണം, ഫിനിഷ് ചെയ്യണം, കളർ ചെയ്യണം, ഇങ്ങനെ പല പരിപാടിയുണ്ട്. ചട്ടി എന്ന് നമുക്കത് പറയാൻ പറ്റില്ല, എന്നാൽ നല്ലൊരു ഭംഗിയുണ്ട്. ഇതെന്താ ശരി, കല്ല് വെച്ചിട്ടല്ലേ? ഇത് കല്ല്, തുണി. കല്ലും തുണിയോ? അത് ശരി, ഇതിന്റെ ഉള്ളിൽ തുണിയാ ഉള്ളത്. ആഹാ, തുണി വെച്ചിട്ട് ഇതിന്റെ ഈ കാണുന്ന തുണിയാണല്ലേ? ഈ ഒരു പാർട്ട് തുണി വെച്ചിട്ട് സിമെന്റും ആഡ് ഉണ്ട് അല്ലേ? അതിപ്പോ ഈ തുണി ഇങ്ങനെ കാണുന്ന എന്താ വെച്ചാല് ഈ ലെവലിൽ കട്ട് ചെയ്യുന്ന സമയത്ത് ഇനിയിപ്പോ ഇതിന്റെ ഫിനിഷിംഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതൊന്നും കാണൂല. ഓക്കെ, ഈ ഒരു പാർട്ടും പിന്നെ ഇതിനും പോളിഷ് പെയിന്റ് കൊടുക്കുക. അത് നമ്മള് അതിന്റെ രൂപം നമുക്ക് അവിടെ കാണുന്നുണ്ട്. വേറെ ഉണ്ടല്ലേ? ഓക്കെ, അതിന്റെ കാഴ്ച ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ തന്നെ കാണിച്ചു തരാം. ഇതൊക്കെ ചെയ്തെടുത്തതിന്റെ ആ ഒരു ഫിനിഷിംഗിലേക്കുള്ള ഇതെന്താ ടയർ പോലെ ഉണ്ടല്ലോ? അത് നമ്മളെ അത് വെച്ച് ചെയ്തതാണല്ലേ? ഗോലി നമ്മുടെ നാട്ടിലൊക്കെ കോട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അതും അതിന്റെ പോലെ തന്നെ പീസ് കല്ലിന്റെ പീസ് വെച്ചിട്ട് ആ കല്ല് വേസ്റ്റായി പോകുന്ന കല്ലിന്റെ പീസ് പോലും എടുത്തിട്ട് ചട്ടിയാക്കി എടുക്കുന്ന ഒരു ഇത് സംഭവം തന്നെ കേട്ടോ മൊത്തത്തില്. വേറെ ഇതെന്താ സംഭവം? ഇത് ചട്ടിയാണ്, നമ്മള് ചകിരിച്ചട്ടിയല്ലേ ഇത്? ഇതെന്താ ഇങ്ങനെ ഇതായി കളിക്കുന്നത്, ആടിക്കളിക്കുന്നത്? അതുകൊണ്ടാ പറഞ്ഞത് ഇത് മുറിവൈദ്യത്തിന് പോകരുതെന്ന് പറയുന്നതിന്റെ കാര്യം ഇത്. കാരണം ഇതില് ചേർക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി ചേർന്നില്ലെങ്കിൽ ആളിങ്ങനെ ഇരിക്കും. അത് പോയി. അയ്യോ, ഇതെന്താ പറയാ, അത് ഇത്തിരി എന്താ പറയാ, ആ ഒരു മിക്സിങ് ഇല്ലാത്തതിന്റെ പ്രശ്നം ഇത് കാണുന്നല്ലേ? ഇതെല്ലാം അങ്ങനെ വരുന്നല്ലേ? പെട്ടെന്ന് ചെയ്തു വരാൻ. അത് ശരി, അങ്ങനെ വേസ്റ്റ് ആയി പോയ സംഭവം. അതേ സംഭവം നിങ്ങൾ നോക്കിയേ, ഇത് നോക്കിയേ, അടിപൊളി സൗണ്ട് കേട്ടോ നിങ്ങൾ. സാധാരണ നമ്മൾ ആ ചട്ടിയുടെ ആ സെയിം ആ ഒരു സൗണ്ടും ആ ഒരു ബലവും വെയിറ്റ് ഭയങ്കരമായിട്ടില്ല. വലിയൊരു ചട്ടി നമുക്ക് ഇങ്ങനെ തൂക്കിയെടുക്കാനാവോ? അതെ, ശരിയാണത്. വലിയ ചട്ടിയാണിത്, വലിയ സൈസുള്ള ഒരു ചട്ടിയാണ്. സിമ്പിളായിട്ട് ഇത് എടുക്കാൻ പറ്റുന്നുണ്ട്. ആ രീതി ചെയ്തെടുത്തുകൊണ്ട് അങ്ങനത്തെ ഇതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചതാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെയൊക്കെ കുറേ കാണുന്നുണ്ട്. ഇത് ഇവിടെയൊക്കെ ഇത് കുറേയൊക്കെ ഫിനിഷ് ആക്കി വെച്ചതൊക്കെ അവിടെ അതൊക്കെ ഫിനിഷ് ആയതാണല്ലേ? ഓക്കെ, പോളിഷ് ഒക്കെ ചെയ്ത്. ഇനി വേണമെങ്കിൽ നമുക്ക് അതിൽ പെയിന്റും കൊടുക്കാം. നമുക്ക് വേണം ഏത് കളറാക്കാം, ഏത് കളറും ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ചെറിയ പോളിഷിനകത്ത് അല്പം ചുവപ്പ് കളർ ചേർത്ത്. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഇതിനെന്തെന്ന് പറയാ, കക്ക തോട് വെച്ചിട്ട് ചെയ്തെടുത്ത ചട്ടിയുണ്ട് നിങ്ങൾ, അടിപൊളി. അതേപോലെ തന്നെ ഇവിടെ ഇതാ മരമൊക്കെ ആക്കി വെച്ചിട്ട്, കമ്പി വെച്ചിട്ട് മരത്തിന്റെ ഡിസൈനൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ നമുക്ക് ഇന്റീരിയർ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റും. അതിലും ആ ചട്ടിയുടെ രൂപം കൊടുത്തിരിക്കുന്നത് പീസ് കല്ലുകൾ വെച്ചിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടോ, അതിൻ്റെ ഒരു പീസ് കഷ്ണങ്ങൾ കൊടുത്തിട്ടാണ് ഈ ഒരു കമ്പി വെച്ചിട്ട് ആ ഒരു മരത്തിന്റെ ഷേപ്പ് ആക്കിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അത് അവിടെ നിന്ന് ഒരു സംഭവം കാണുന്നത്, ഒരു ചെറിയൊരു നേരിയ പോലത്തെ ഒരു ചട്ടി കാണുന്നത്, അത് ഈ കാണുന്നത് തുണി കൊണ്ടുള്ള ചട്ടി. തുണിച്ചട്ടിയാ? തുണി കൊണ്ട് ചട്ടിയാ? യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ടാവും. പക്ഷെ യൂട്യൂബില് ഉണ്ടാക്കുന്ന ചട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കുറച്ച് 6 മാസം കഴിയുമ്പോ അടിഭാഗം ഉണ്ടാവില്ല, അടിയിൽ പോകും. ഇത് അങ്ങനെ സംഭവിക്കില്ല, നിൽക്കൂ. ഇത് അതായത് വെയിറ്റ്ലെസ് ആയിട്ടുള്ള ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ചെയ്യാൻ വേണ്ടി. ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ, വളരെ സിമ്പിൾ. ഇത് നോക്കിയേ, ഒന്നുമില്ല, വെയിറ്റ് പോലും ഇല്ല. ഒരു പേപ്പർ വെച്ച് പിടിക്കും. ഫിനിഷ് ചെയ്ത് നല്ലൊരു കളർ കൊടുത്ത്, അതായത് റഫായിട്ടുള്ള ഒരു സൈഡ് പുറംപേരി കൊടുത്താൽ മതി. ഇതായിട്ട് വന്നില്ല. ഒരു പൂപ്പ് പിടിച്ച മാതിരി എല്ലാം ആക്കിയല്ല ചെയ്തെടുത്താൽ മതി അല്ലേ? മണ്ണിന്റെ മുകളിൽ ഉണ്ടാകുന്ന പച്ച പുറ്റില്ലേ, അതുപോലെ ആക്കിയെടുത്താണ് അത് നല്ല ഭംഗിയുണ്ടാവും സാധനം. ഓക്കെ, അടിപൊളി. ഇനി നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ചട്ടി കൂടി കാണാൻ പോവാണ്. ഇത് പുതിയതായിട്ടുള്ള ഒരു സംരംഭമാണ്, പുതിയ കണ്ടെത്തിയുള്ള ഒരു കാര്യമാണ്. എത്രത്തോളം ഇതിന്റെ പവർ, എത്രത്തോളം വിജയം നാളെ ഉണ്ട് എന്നുള്ളതൊക്കെ പഠിച്ചു വരുന്നേ ഉള്ളൂ. ചാണകം അതേപോലെ തന്നെ നമ്മളെ മണ്ണ്, ചകരിച്ചോറുണ്ടല്ലോ, കട്ട് ഫൈബർ അല്ല, ചകരിച്ചോറ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചട്ടിയാണിത്. അത് പുറത്തേക്ക് എടുക്കുകയല്ലേ ഗണേശ് ചേട്ടാ? ഇത് ഇന്നലെ ചെയ്തു വെച്ചതാ? ഇന്നലെ ജസ്റ്റ് ചെയ്തു വെച്ചതാണ്. അത് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. അത് എത്രത്തോളം എന്താണ് അതിൻ്റെ ഭാവി കാര്യങ്ങളെന്ന് എല്ലാം. അടിപൊളി. ഇത് സിമ്പിളായിട്ട് ഇങ്ങോട്ട് പോരുമല്ലോ. ഇത് നോക്കി നിങ്ങൾ, അതിൽ ചാണകം ഉണ്ട് കേട്ടോ. ചാണകം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇതൊക്കെ കാണുന്നതൊക്കെ ചാണകമാണ്. ചാണകവും ചകിരിച്ചോറും മണ്ണും. പശുവില്ല. ഓ, എടുത്ത് കൊണ്ടുവന്ന് ചെയ്തതല്ലേ?
ഇത് ശരിക്കും നമുക്ക് ഇത് അടിപൊളി കേട്ടോ. നമ്മള് ഈ മണ്ണില് അല്ല അടിപൊളി അല്ല, ഇത് നമ്മള് ചെടി വെക്കുമ്പോ അതിന് ചാണകം ഇട്ട് കൊടുക്കണ്ട അല്ലേ ഈ ചട്ടിയാകുമ്പോ? മണ്ണും ചാണകവും എല്ലാ ടൈപ്പ് പറയല്ലേ. അതെ അതെ അതെ, അതുപോലെ ആയി പോകും. ഓക്കെ, ഇത് നശിച്ചു പോയാലും നമുക്കിത് വളമായിട്ട് പിന്നെ ആ മണ്ണ് വളമായിട്ട് മാറും. ഇതൊക്കെ ഇങ്ങനെയൊക്കെ ശരിക്കും നമുക്ക് ഇതിനൊക്കെ നമ്മൾ ശരിക്കും പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. ഗണേശേട്ടൻ ചെയ്തിട്ടുള്ള ചട്ടികളുടെ വർക്ക് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ഫിനിഷ് ആയിട്ടുള്ളതാണ് ഈ നിങ്ങൾ ഈ കാണുന്നത്. പല ടൈപ്പുള്ള നമ്മൾ നേരത്തെ കണ്ടല്ലോ, അതിനെ പെയിന്റ് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കണ്ട ആ ചകരിയുടെ ആ ഒരു ചട്ടിയാണ് ഈ കിടക്കുന്നത്. ഇതും സൂപ്പറായിട്ട് കളർ ചേർക്കാതെ ജസ്റ്റ് ഒറിജിനൽ ആയിട്ട് തന്നെ ഇത് വരുന്നത്. അത് ജസ്റ്റ് ഒരു പോളിഷ് മാത്രം കൊടുത്തിട്ടുണ്ട്. അതും ദോഷമുള്ള പോളിഷും കാര്യങ്ങളൊന്നും അതിൽ ആഡ് ചെയ്തിട്ടില്ല. അതേപോലെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതും നമ്മളവിടെ കണ്ടിട്ടുണ്ട്, അതൊക്കെ പെയിന്റിങ് കഴിഞ്ഞു. ഈ കാണുന്നത് ആ കല്ലിന്റെ പീസാക്കിയിട്ട് നേരത്തെ കാണിച്ചല്ലോ നമ്മൾ, ആ പീസായിട്ടുള്ള സംഭവം ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതൊക്കെ വരുന്നത്. ഗണേശേട്ടാ, ഇതിപ്പോ നമ്മൾ ഉള്ളിലേക്കൊക്കെ വെക്കും, ഇത് വെള്ളം ചൂഴുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും വരുമോ? ഫുൾ വാട്ടർ പ്രൂഫിംഗ് ആണ്. ഓ അത് ശരി. ഓ, ഒരു ടെൻഷനും അതിന്റെ മുകളിൽ വേണ്ട. ടെൻഷൻ വേണ്ട, എന്ത് കാര്യം ചെയ്യുന്നവരും അതിന് നാളേക്കും കൂടി കണക്കിലെടുത്ത് വേണം നമുക്ക് ചെയ്യാൻ. ഓക്കെ, ഇതിന്റെ മാർക്കറ്റിംഗ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? ഇത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ജീവകാരുണ്യ രീതിയിലാണ്. അതായത് ഹരിത കർമ്മസേനകൾ വഴി മാത്രമാണ് എൻ്റെ ഉൽപ്പന്നങ്ങൾ വിൽപ്പനക്ക് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ ഏറ്റവും അടുത്തിട്ട് ജോലി ചെയ്യുന്നവരാണ്, അവരാരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ആൾക്കാരാണ്. അപ്പോൾ അവർക്കൊരു വരുമാനം കിട്ടും. അതായത് പയ്യോളിയിൽ ഹരിത കർമ്മസേന എൻ്റെ മാർക്കറ്റ് വഴി കേരളത്തിൽ ആർക്ക് വേണമെങ്കിലും ഏത് ഹരിത കർമ്മസേനക്കും കൊടുക്കാൻ റെഡിയാണ്. ഓക്കെ, പയ്യോളി നഗരസഭേന്റെ ഹരിത കർമ്മസേന ആണ് ഇതിന്റെ മൊത്തമായിട്ടുള്ള. ഞാൻ ഉത്പാദകൻ മാത്രം. ഓ, നിങ്ങൾ ഉത്പാദിപ്പിച്ച് അവർക്ക് കൊടുത്തിട്ട് അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം ആർക്ക് വേണം കിട്ടും അല്ലേ? ഓക്കെ, കേരളത്തിൽ എവിടെ നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള എന്തെങ്കിലും സൗകര്യം അവർ ചെയ്യുന്നുണ്ടോ? ചെയ്യണമല്ലോ, അവർ ചെയ്യണോ? അപ്പൊ അത് എങ്ങനെ ആരെ കോൺടാക്ട് ചെയ്യണം? നിങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ കൊടുക്കുന്ന നമ്പർ ആരോ കൊടുക്കേണ്ടത്? ഇപ്പൊ എന്റെ നമ്പർ തന്നെയാണ് യൂസ് ചെയ്യാൻ പറ്റുക. എന്റെ ഷോറൂമിന്റെ ഉദ്ഘാടനം ഇപ്പൊ അടുത്ത ദിവസം. ഓക്കെ, അത് കഴിഞ്ഞാൽ അവരിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യും. ഓക്കെ, അടിപൊളി. എന്തായാലും ഇത് കണ്ടെത്തിയ ഒരു പരിപാടി, നല്ലൊരു പരിപാടി തന്നെയാണ്. ഇത് നമുക്ക് എന്തായാലും മാർക്കറ്റിലേക്ക് നല്ല രീതിയിൽ എത്തിക്കണം. ഇത് വേണ്ടത് എന്ന് പറഞ്ഞാൽ അനേകം ആൾക്ക് ജോലി കിട്ടാവുന്നതും പരിസ്ഥിതിക്ക് ഒരു തരത്തിലുള്ള ദോഷം ചെയ്യാത്ത ഒരു ഉൽപ്പന്നങ്ങളാണ്. ഇതുകൊണ്ട് പിന്നെ ഒരുപാട് കുടുംബങ്ങൾ, എൻ്റെ കുടുംബവും ആ കൂട്ടത്തിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിതം കഴിയുന്നതാണ്. ചേട്ടാ, ഈ ചകിരി കൊണ്ട് ചെയ്തെടുക്കുന്നുണ്ട്, എല്ലാവരും ഉള്ളിൽ ഒരു സംശയമുണ്ട്, ഇത് എത്ര കാലം നീണ്ടു നിൽക്കും എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? 2 വർഷം എങ്ങനെയായാലും ലൈഫ് പ്രതീക്ഷിക്കാന്നല്ല, ഉറപ്പിക്കാം. പിന്നെ അങ്ങോട്ടുള്ളത് നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ ഭാഗ്യം പോലെ. ഭൂമിയിലേക്ക് ലയിച്ച് ചേർത്ത സാധനമാണ്. അത് നീണ്ടു നിന്നാൽ ഭാഗ്യം, നമ്മുടെ ഭാഗ്യം. എന്തായാലും 2 വർഷത്തേക്ക് നമുക്ക് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ തട്ടാട്ടും മുട്ടാണൊക്കെ ശ്രദ്ധിക്കുക. എന്തായാലും അടിച്ചു പൊളിക്കണം എന്ന് വിചാരിച്ചാൽ എന്ത് വിചാരിച്ചാലും പൊളിക്കാനോ. ഓക്കെ. നമ്മൾ ഈ ചട്ടിയുടെ വിലയുടെ കാര്യത്തിൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പൂർണ്ണമായ ഉൽപാദനം ആരംഭിച്ചു കഴിഞ്ഞാൽ ഏതൊരാൾക്കും താങ്ങാവുന്ന വിലയിൽ ലഭ്യമാകും എന്നുള്ളത് ഞാൻ ഉറപ്പ് നൽകുന്നു. ഓക്കെ, എന്തായാലും ആ പൂർണ്ണ തോതിലേക്ക് കാര്യങ്ങൾ വരട്ടെ. അപ്പോൾ നമുക്ക് ആ ചെറിയ വിലയിലേക്ക് നമുക്ക് എത്തിപ്പെടാനും പറ്റും അല്ലേ? ഓക്കെ, ഇത്രയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഞാനിവിടെ വന്നത് ചകിരി കൊണ്ടുണ്ടാക്കുന്ന ചട്ടി കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് കുറെ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞതും. അത് മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടല്ലോ ചാണകം കൊണ്ട് ചെയ്യുന്നത്. ഇങ്ങനെ പല പരീക്ഷണമായിട്ടാണ് ഗണേശയുടെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യണം, മാക്സിമം ഷെയർ ഒക്കെ ചെയ്യുക. അതേപോലെ തന്നെ ഗണേശയുടെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്, നിങ്ങൾക്ക് വിളിക്കാം, ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കോൺടാക്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് ഈ വീഡിയോ നിർത്തുകയാണ്. അടുത്ത ദിവസം ഒരു അടിപൊളിയായിട്ട് വീഡിയോ എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.